ഇറാൻ-ഇസ്രയേൽ യുദ്ധമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് വിവിധ വ്യവസായ മേഖലകൾ കരകയറുമെങ്കിൽ കുറഞ്ഞത് 4 വർഷം എടുക്കുമെന്ന് വ്യവസായികൾ. കയറ്റുമതി തടസ്സം മുതൽ ഗ്യാസ് ലഭ്യതക്കുറവും പ്ലാസ്റ്റിക് നിർമ്മാണത്തിലുള്ള നിരോധനവുമെല്ലാം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇറാൻ-ഇസ്രയേൽ യുദ്ധം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് വിവിധ വ്യവസായ മേഖലകൾക്ക് കരകയറണമെങ്കിൽ കുറഞ്ഞത് 4 വർഷമെങ്കിലും വേണമെന്നാണ് വ്യവസായികൾ പറയുന്നത്. കയറ്റുമതി തടസ്സം മുതൽ ഗ്യാസ് ലഭ്യതക്കുറവും പ്ലാസ്റ്റിക് നിർമ്മാണത്തിലുള്ള നിരോധനവുമെല്ലാം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ അനന്തരഫലമായി വിലക്കയറ്റ ഭീഷണിയിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഇലക്ട്രോണിക്സ് വിപണി മുതൽ ചെരുപ്പും വസ്ത്രവും അടക്കമുള്ള മേഖലകൾ ഈ പ്രതിസന്ധിക്ക് മുന്നിലാണ് നിൽക്കുന്നത്. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, മറ്റ് വീട്ടുപകരണങ്ങൾ എന്നിവയ്ക്കും വൻതോതിൽ വില വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. വരും മാസങ്ങളിൽ 5 മുതൽ 10% വരെ വില വർധനവ് ഈ മേഖലയിൽ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് അത്യാവശ്യമായ സെമി കണ്ടക്ടർ ചിപ്പുകളുടെയും ഡിസ്പ്ലേ പാനലുകളുടെയും വില വർദ്ധിച്ചത് കമ്പനികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ചരക്ക് നീക്കത്തിനുള്ള ചെലവ് കുത്തനെ ഉയർന്നത് ഇറക്കുമതി ചെയ്യുന്ന ഘടകഭാഗങ്ങളുടെ ആകെ ചെലവ് വർദ്ധിപ്പിച്ചു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യമിടിയുന്നത് വിദേശത്തു നിന്ന് ഘടകഭാഗങ്ങൾ എത്തിക്കുന്ന കമ്പനികൾക്കും അധിക ബാധ്യതയാണ്. പ്രമുഖ ബ്രാൻഡുകളെല്ലാം തന്നെ തങ്ങളുടെ പുതിയ മോഡലുകൾക്ക് ഉയർന്ന വില നിശ്ചയിക്കാനോ നിലവിലുള്ളവയുടെ വില വർദ്ധിപ്പിക്കാനോ ആലോചിക്കുന്നതായാണ് വിവരം. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയുടെ നിർമ്മാണ ചെലവ് വർദ്ധിച്ചതോടെ വേനൽക്കാല വിപണിയിൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ പണം ചെലവാക്കേണ്ടി വരും. വിലക്കയറ്റ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വരാനിരിക്കുന്ന മാസങ്ങളിൽ വിപണിയിൽ ഡിമാൻഡ് കുറയാനുള്ള സാധ്യതയും വ്യവസായ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പ്ലാസ്റ്റിക്, അസംസ്കൃത വസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കും 57 മുതൽ 60% വരെ വില ഉയർന്നിട്ടുണ്ട്. ഇത് പൈപ്പുകൾ, ടാങ്കുകൾ, ഫിറ്റിംഗുകൾ തുടങ്ങി എല്ലാ പ്ലാസ്റ്റിക് നിർമ്മാണ മേഖലയും ബാധിക്കുമെന്നാണ് നിഗമനം. സ്റ്റീൽ വിലയിൽ 37% വർധനയുണ്ടായി. സിമന്റ് വിലയിലും വർധനയുടെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് വീട് നിർമ്മാണത്തെയും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തെയും കാര്യമായി ബാധിക്കും. ഗതാഗത ചെലവ്, പാക്കിംഗ് സാമഗ്രികൾ എന്നിവയുടെ വിലയും കുത്തനെ കൂടിയിട്ടുണ്ട്. നിലവിൽ രാജ്യത്ത് പെട്രോ കെമിക്കൽസ് ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. ഗ്യാസ് ഉപയോഗിച്ചുള്ള ഉൽപ്പാദനത്തിന് മാത്രമാണ് അനുമതിയുള്ളത്. ഇത് അന്താരാഷ്ട്ര വിപണിയിലെ പെട്രോ കെമിക്കൽ ദൗർലഭ്യത്തിനും വില വർധനയ്ക്കും കാരണമാകുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.